PM ശ്രീ പദ്ധതി നടപ്പാക്കിയില്ല എന്ന പേരിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന് നൽകാതെ തടഞ്ഞുവെച്ചത് 1148 കോടി രൂപയാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ഉൾപ്പെടെ ഇതുമൂലം പ്രതിസന്ധിയിലായി എന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ശിക്ഷാ കേരളം ഓഫീസിൽ നിന്ന് ലഭ്യമായ വിവരാവകാശ രേഖയിലാണ് 1148 കോടി രൂപ സംസ്ഥാനത്തിന് നൽകാതെ കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചതായി വ്യക്തമാക്കുന്നത്. 265 സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനായിരുന്നു തീരുമാനം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി പഠനം നടത്തിയ ശേഷം പദ്ധതി നടപ്പിലാക്കാമെന്ന് സംസ്ഥാനം അറിയിച്ചെങ്കിലും SSKക്ക് നൽകേണ്ട പണം മുഴുവൻ കേന്ദ്രം അന്നു മുതൽ തടഞ്ഞുവെച്ചിരിക്കുകയാണ്. ഔപചാരികമായിട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ഒരു കത്ത് മുഖാന്തരം ഇത് നടപ്പിലാക്കിയാൽ മാത്രമേ പണം നൽകൂ എന്നൊരു വാദം ഉന്നയിച്ചിട്ടില്ല. ടെലിഫോൺ മുഖാന്തരമാണ് സംസ്ഥാന സർക്കാരിനെ ഇത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ളത്. ഇതിൻ്റെ മറവിലാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട ഈ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ട ഈ വലിയൊരു തുക കഴിഞ്ഞ 2 അധ്യയന സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കാതെ പോയിരിക്കുന്നത്. 2023-24 വിദ്യാഭ്യാസ വർഷത്തെ 471.62 കോടിയിൽ 141.06 കോടി മാത്രമാണ് നൽകിയത്. 2024-25 513.54 കോടിയും 2025-26 452.04 കോടിയും കേന്ദ്രവിഹിതം നൽകാനുള്ളതിൽ 1 രൂപ പോലും നൽകിയിട്ടുമില്ല. സൗജന്യ യൂണിഫോം വിതരണം, അധ്യാപക പരിശീലനം, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം തുടങ്ങി നിരവധി പദ്ധതികൾ ഫണ്ട് ലഭിക്കാത്തതുമൂലം സംസ്ഥാനത്ത് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.